ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കോളിഫ്ലവർ വിളവെടുപ്പ് കഴിഞ്ഞ് ഇനി നമുക്ക് ക്യാബേജിൻ്റെ വിളവെടുപ്പ് കണ്ടാലോ കൂട്ടുകാരെ. ശീതകാല പച്ചക്കറികളായതുകൊണ്ട് തന്നെ ക്യാബേജും കോളിഫ്ലവറും ബ്രൊക്കോളിയൊക്കെ നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ നടുന്നത്. എല്ലാത്തിനും ബേസായിട്ട് ഉപയോഗിക്കുന്നത് മണ്ണും ചാണകപ്പൊടിയും തന്നെയാണ്. കോളിഫ്ലവർ പോലെ തന്നെ ക്യാബേജും വളർന്നു വരാൻ ഏകദേശം 2.5 മാസം എടുക്കും കേട്ടോ. ഇലകൾ ഇതുപോലെ വളർന്ന് കൂടി തുടങ്ങുമ്പോൾ നമ്മളത് കെട്ടിവെക്കും. ഈ ഇലകൾ പിന്നെ തിങ്ങി 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 കൂടി കൂടി ക്യാബേജായി മാറുകയാണ് ചെയ്യുന്നത്. കെട്ടിവെക്കുന്നത് കൊണ്ട് വേഗം ക്യാബേജ് കൂടുകയും അതേസമയം തന്നെ ചെടിയെ പുഴുവിൽ നിന്നും വെള്ള ഈർപ്പത്തിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യും. ക്യാബേജ് പരുവമായോ എന്ന് നോക്കാൻ എനിക്കറിയില്ല കേട്ടോ. എന്നാൽ നിങ്ങളീ കാണും പോലെ അമ്മ അത് തൊട്ട് നോക്കി പറയും. ക്യാബേജ് കൃഷിയിലും കോളിഫ്ലവർ കൃഷിയിലും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുഴു വരാതിരിക്കാനാണ് കേട്ടോ. പുഴു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. എന്നാൽ നമ്മുടെ ക്യാബേജൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അമ്മ അതിനോട് കാണിക്കുന്ന കരുതൽ. ഒരു പുഴുവിൻ്റെ കുത്തുപോലും നിങ്ങൾക്കിതിനകത്ത് കാണാൻ പറ്റുന്നില്ല. അത് അമ്മയുടെ ശ്രദ്ധയാണ് കേട്ടോ. കോളിഫ്ലവറിന് ഉള്ളിത്തൊലിയും വെളുത്തുള്ളിത്തൊലിയും ആണെങ്കിൽ ക്യാബേജിന് അതുകൂടാണ്ട് അതോടൊപ്പം നമ്മൾ കഞ്ഞിവെള്ളം നേർപ്പിച്ചും കൂടെ ഒഴിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യമുള്ള ക്യാബേജ് വിളവെടുപ്പ് നിങ്ങൾക്ക് തന്നെ കാണാലോ എന്തോരമുണ്ടെന്ന്. ഇങ്ങനെ കാണുമ്പോൾ കുറേ ഉള്ളതായി തോന്നുമെങ്കിലും കുറച്ചേ ഉള്ളൂ കേട്ടോ. കുറച്ചെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ജനസംഖ്യയുള്ള വീടാണ് എൻ്റേത്. ആ വീട്ടിൽ എല്ലാവർക്കും സുലഭമായി കഴിക്കാനുള്ളതുണ്ട്. ഇല കൂടി നമ്മളത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കാനുള്ളത് വെള്ളമൊഴിക്കുമ്പോഴാണ്. വെള്ളമൊഴിക്കുമ്പോൾ ചെടിയുടെ മൂട്ടിൽ തന്നെ വെള്ളം വീഴാനായിട്ട് ശ്രദ്ധിക്കുക. ഇലയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് വാടിപ്പോകും കേട്ടോ, അഴുകിപ്പോകും. അപ്പം നമുക്ക് വിളവെടുപ്പിലോട്ട് കടന്നാലോ കൂട്ടുകാരെ. നമ്മുടെ അമ്മ കത്രിക വെച്ച് മുറിച്ച് 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 ക്യാബേജ് എടുക്കുന്നത് കണ്ടോ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് പോലെ വലിയ ക്യാബേജ് ഒന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. അത്യാവശ്യം വലുത് എന്നാൽ ഒട്ടും ചെറുതുമല്ലാത്ത രീതിയിലുള്ള ക്യാബേജുകളാണ് നമുക്ക് കിട്ടുന്നത്. അമ്മ തൊട്ടു നോക്കി അതിൻ്റെ പരുവം മനസ്സിലാക്കുന്നത് കണ്ടോ കൂട്ടുകാരെ. ഇലയോടുകൂടി ക്യാബേജ് വെട്ടിയതിന് ശേഷം വേണ്ടാത്ത ഇലകളൊക്കെ നമുക്ക് മുറിച്ച് കളയാം. പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ വിഷമടിക്കുന്നത് ക്യാബേജിനും കോളിഫ്ലവറിനും ആണെന്നാണല്ലോ ചൊല്ല്. അപ്പോൾ ഇനി നമുക്ക് ക്യാബേജും കോളിഫ്ലവറും വീട്ടിൽ തന്നെ വിഷരഹിതമായി ചെയ്തെടുക്കാമല്ലോ കൂട്ടുകാരെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇനി അടുത്തൊരു വിളവെടുപ്പുമായി അടുത്ത വീഡിയോയിൽ കാണാവേ. താങ്ക്